السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്ത് സഫിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്തിൽ പറഞ്ഞു, وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. وإذ قال പറഞ്ഞ സന്ദർഭം പറഞ്ഞപ്പോൾ ഈസ ഇബ്നു മറിയം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ, യാ ബനി ഇസ്രായേൽ, ഓ ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാഹ്, എൻ്റെ മുൻപ് അള്ളാഹു ഇറക്കിയ തൗറാത്ത് എന്ന കിതാബിനെ സത്യപ്പെടുത്തുന്ന മുസദ്ദിഖായിക്കൊണ്ടും, വ മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്ന നബിയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന മുബശ്ശിറുമായ അള്ളാഹുവിൻ്റെ റസൂലാണ് ഞാൻ. അഹ്മദ് എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്ത്, എന്നാൽ ഫലമ്മാ ജാഅഹും അവരിലേക്ക് വന്നപ്പോൾ, അഥവാ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷ വാർത്ത അറിയിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നപ്പോൾ, ഖാലു, അവരതാ പറയുന്നു, ഹാദാ സിഹ്റുൻ മുബീൻ, ഇത് സിഹറാണ്, ഇത് വ്യക്തമായ സിഹറാണ്, മായാജാലമാണ്, അള്ളാഹുവിൻ്റെ റസൂലല്ല എന്നവർ പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പഴയ കിതാബുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ഫ്, അവിടുത്തെ വിശേഷണം അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു തന്നെ സൂറത്തുൽ അറാഫിൽ പറഞ്ഞു, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. الذين يتبعون, അവർ പിൻപറ്റുന്ന ആളുകളാണ്. അള്ളാഹു വിജയം നൽകുന്ന മുഅ്മിനുകൾ പിൻപറ്റുന്നവരാണ്. الرسول النبي الأمي, ഉമ്മിയായ നബിയായ ഈ റസൂലിനെ, ഉമ്മിയായ പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ ദൂതരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തേക്ക് എഴുത്തും വായനയും അറിയില്ല. അല്ലദീ യജിദൂനഹു, ആ നബി അവർക്ക് കാണാം, മക്തൂബൻ, രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം, ഇൻദഹും, അവരുടെ കയ്യിലുള്ള, ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും ഇങ്ങനെ ഒരു ഉമ്മിയായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിയോഗത്തെക്കുറിച്ച് തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. وقال تعالى, അതുപോലെ അല്ലാഹു പറഞ്ഞു, وإذا أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. സൂറത്ത് ആല ഇമ്രാനിലെ 81-ാമത്തെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, വഇദ് അഖദ അല്ലാഹു മീസാഖൻ നബിയ്യിൻ, അള്ളാഹു നബിമാരോട് കരാർ വാങ്ങിയ സന്ദർഭം. ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് ഞാൻ കിതാബും ഹിക്മത്തും നൽകുകയും, സുമ്മ ജാഅക്കും, പിന്നീട് നിങ്ങളിലേക്ക് വരികയും ചെയ്താൽ, റസൂൽ, ആര് വന്നാൽ, ഒരു റസൂൽ വന്നാൽ, മുസദ്ദിഖുൽ ലിമാ മഅക്കും, നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു റസൂൽ നിങ്ങളിലേക്ക് വന്നാൽ, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, നിങ്ങൾ ആ നബിയിൽ വിശ്വസിക്കുകയും ആ നബിയെ സഹായിക്കുകയും ചെയ്യണം. ഇത് അള്ളാഹു എല്ലാ നബിമാരോടും വാങ്ങിയ കരാറാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒഴികെ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വേറൊരു നബിയില്ല. ഖാല, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി, നിങ്ങളിത് സമ്മതിക്കുകയും എന്നോട് ഇക്കാര്യം കരാർ ചെയ്യുകയും ചെയ്തില്ലയോ? ഖാലു അഖറർന, നബിമാർ പറഞ്ഞു, അഖറർന, അതെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഖാല ഫശ്ഹദു, അള്ളാഹു പറഞ്ഞു, എങ്കിൽ നിങ്ങൾ സാക്ഷികളായിക്കൊള്ളുക, സാക്ഷ്യം വഹിച്ചുകൊള്ളുക. വാന മഅക്കും മിനശ് ഷാഹിദീൻ,
ഞാൻ നിങ്ങളുടെ കൂടെ സാക്ഷിയാകുന്നു. അല്ലാഹുവിൻ്റെ മുൻകാല നബിമാർ ശേഷം വരുന്ന നബിമാരെ സത്യപ്പെടുത്തുന്നവരാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സന്തോഷ വാർത്ത ജനങ്ങളെ ബനു ഇസ്രായേലരെ അറിയിച്ചിട്ടുണ്ട്. ഇത് ഇമാം ഹദീസിൻ്റെ കിതാബുകളിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസാണ്. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തിട്ടുണ്ട് ഈ സംഭവം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ അള്ളാഹുവിൻ്റെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബുശ്റ ഈസ, ഈസാ നബി അറിയിച്ച സന്തോഷ വാർത്തയാണ് ഞാൻ. വറഅത് ഉമ്മി ഹീന ഹമലത് ബി കഅന്നഹു ഖറജ മിൻഹാ നൂറുൻ അദാഅത് ലഹു ഖുസൂറ ബുസ്റ മിൻ അർദി ശാം. അതുപോലെ വറഅത് ഉമ്മി, എൻ്റെ ഉമ്മ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയായ ആമിന ബിൻത് വഹബ്, അവർ നബിയെ ഗർഭം ചുമന്ന കാലത്ത് അവർ സ്വപ്നം കണ്ടിരുന്നു. ഹീന ഹമലത് ബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നെ ഗർഭം ധരിച്ച സമയത്ത് അവർ സ്വപ്നം കണ്ടു. കഅന്നഹു ഖറജ മിൻഹാ നൂറുൻ, അവരിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് പോകുന്നത് പോലെ. അദാഅത് ലഹു ഖുസൂറ ബുസ്റ, ബുസ്റ എന്നത് മിൻ അർദി ശാം, ഷാമിലെ ഒരു സ്ഥലമാണ്, പ്രാചീനമായൊരു നഗരമാണ് ഷാമിലെ ബുസ്റ എന്ന സ്ഥലം. അവിടെയുള്ള കൊട്ടാരങ്ങൾ ഈ പ്രകാശം കൊണ്ട് തിളങ്ങുന്നതായും എൻ്റെ ഉമ്മ എന്നെ ഗർഭം ചുമന്ന കാലത്ത് സ്വപ്നം കാണുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണ്. ഇബ്രാഹിം നബിയുടെ ദുആ അള്ളാഹു സ്വീകരിച്ചാണ് അറബികളിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. ആ ദുആ അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ ദുആ ഇബ്രാഹിമും ഇസ്മാഈലും ദുആ ചെയ്തതായി അള്ളാഹു പറഞ്ഞു. വബുശ്റ ഈസ, ഈസാ നബിയുടെ സന്തോഷ വാർത്തയാണ് ഞാൻ, ഈസാ നബി അറിയിച്ച സന്തോഷ വാർത്ത. അതുപോലെ എൻ്റെ ഉമ്മ എന്നെ ഗർഭം ചുമന്ന കാലത്ത് ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയുണ്ടായി. അവരിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടു വരികയും എന്നിട്ട് ഷാമിലെ ബുസ്റ എന്ന പ്രാചീന പ്രദേശം ഈ പ്രകാശം കൊണ്ട് തിളങ്ങുന്നതും അവർ കാണുകയുണ്ടായി. കാരണം റോമക്കാരുടെ അധീനതയിലായിരുന്ന ഷാമും പേർഷ്യക്കാരുടെ അഗ്നി ആരാധകരായ മജൂസികളായ പേർഷ്യക്കാരുടെ അധികാരപരിധിയിലായിരുന്ന പേർഷ്യയും ഷാമും അതുപോലെ പേർഷ്യയും, ഷാം റോമക്കാരുടെ കയ്യിലായിരുന്നു, പേർഷ്യ ഇന്നത്തെ ഇറാനും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളൊക്കെ പേർഷ്യയാണ്. പഴയ മജൂസികളുടെ സാമ്രാജ്യമാണത്. ആ മജൂസികളുടെ സാമ്രാജ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാനായ സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇസ്ലാമിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അതുകൊണ്ട് ആ മജൂസികളുടെ അസൂയയും പകയുമാണ് ഇന്നും ഉമറിനോട് ഈ ഖൗമിന് ഷിയാക്കൾക്കുള്ളത്. അറബികളോട് തീർത്താൽ തീരാത്ത പകയും അസൂയയുമാണ് അവർക്ക്. കാരണം അവരുടെ മജൂസിയത്ത്, ഈ അഗ്നി ആരാധകരുടെ പേർഷ്യക്കാരുടെ അധികാരം, അത് അറബികൾ പിടിച്ചടക്കിയതിന് അറബികളോടും മുസ്ലിമുകളോടും ഒടുങ്ങാത്ത പകയാണ് ഷിയാക്കൾക്കുള്ളത്. അള്ളാഹു അവരുടെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ഇങ്ങനെ സ്വപ്നം കാണുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപ്, അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ അടയാളമായി സംഭവിച്ച ഒരു കാര്യമായിരുന്നു ഇത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ഉപ്പയും അവരെ പേര് കേട്ടാൽ തർദീയത്ത് ചൊല്ലുക, റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥ എന്താണെന്ന് ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട് രണ്ട് സംഭവങ്ങൾ. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയെക്കുറിച്ചാണ്. ഒരാൾ നബിയോട് വന്ന് പറഞ്ഞു, ഐന അബി, ഓ നബി എവിടെയാണ് എൻ്റെ ഉപ്പ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂക ഫിന്നാർ, നിങ്ങളുടെ ഉപ്പ നരകത്തിലാണ്. ഫലമ്മ ഖഫ ദഅാഹു, അയാൾ തിരിഞ്ഞു പോകുമ്പോൾ, അയാൾ വിഷമിച്ചുകൊണ്ട് തിരിഞ്ഞു പോയപ്പോൾ അള്ളാഹിൻ്റെ വഹി അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്, താങ്കളുടെ ഉപ്പ നരകത്തിലാണ്. അയാൾ പ്രയാസപ്പെട്ട് തിരിഞ്ഞു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, എൻ്റെ പിതാവും താങ്കളുടെ പിതാവും നരകത്തിലാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അതുപോലെ ഉമ്മയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയുണ്ടായി, ഇസ്തഅ്ദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലിഉമ്മി ഫലം യഅ്ദൻ ലി വസ്തഅ്ദൻതുഹു അൻ അസൂറ ഖബ്റഹാ ഫഅദ്ന ലി. ഞാൻ അള്ളാഹുവിനോട് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അനുമതി ചോദിച്ചു, പാപമോചനം തേടാൻ. ഫലം യഅ്ദൻ ലി, അള്ളാഹു എനിക്ക് അനുവാദം നൽകിയില്ല. വസ്തഅ്ദൻതുഹു അൻ അസൂറ ഖബ്റഹ, എന്നാൽ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ ഞാൻ അനുമതി ചോദിച്ചപ്പോൾ ഫഅദ്ന ലി, അള്ളാഹു എനിക്ക് അനുമതി നൽകുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഖബറിനടുത്തെത്തിയപ്പോൾ വല്ലാതെ കരയുകയും അത് കണ്ട് സഹാബത്ത് മുഴുവൻ കരഞ്ഞു പോവുകയും ചെയ്യുകയുണ്ടായി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ അവസ്ഥ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതാണ്. അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഹിദായ, അവൻ്റെ കയ്യിലാണ് സന്മാർഗം. അവൻ്റെ യഥാർത്ഥ ദീനിൽ ആയാലല്ലാതെ ഒരാൾക്കും അള്ളാഹുവിൻ്റെ എത്ര അടുത്ത പടപ്പുകളോടുള്ള ബന്ധവും അതുപോലും ഉപകാരപ്പെടുകയില്ല എന്നതിന് ഉള്ള വലിയ തെളിവാണിത്. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്തമനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തോടുള്ള ഏറ്റവും അടുത്ത ബന്ധമാണ് അവിടുത്തെ ഉമ്മയായിരിക്കുക, ഉപ്പയായിരിക്കുക എന്നത്. പക്ഷെ അതുപോലും അള്ളാഹുവിൻ്റെ അരികിൽ അവൻ്റെ ദീനിലായാലല്ലാതെ പ്രയോജനപ്പെടുകയില്ല എന്ന വലിയ പാഠമാണ് ഈ ഹദീസിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപ്പയെപ്പോലെ ഇബ്രാഹിം നബിയുടെ ഉപ്പയുടെ സ്ഥിതിയും ഇങ്ങനെയാണല്ലോ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, إذ قال إبراهيم لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. ഉപ്പ, നിങ്ങൾ എന്തിനാണ് കാണാത്ത കേൾക്കാത്ത ഒന്നും നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കാത്ത ഈ ബിംബങ്ങളെ ഇബാദത്ത് ചെയ്യുന്നത്? എന്നാൽ ഉപ്പ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ നിന്നെ എറിഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ആട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈസാ നബി അറിയിച്ച ബുഷ്റ, സന്തോഷ വാർത്തയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലൂ ഹാദാ സിഹ്റും മുബീൻ. അവരിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ എങ്ങനെയുള്ള നബിയാണ്? ഇബ്നു കസീർ പറയുന്നു, അൽ മുബശ്ശറു ബിഹി ഫിൽ അസാരിൽ മുതഖാദിമത്തിൽ മുനവ്വഹു ബിദിക്രിഹി ഫിൽ ഖുറൂനിസ് സാലിഫ. പഴയ കാലഘട്ടങ്ങളിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഈ നബി മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ പോലും പേരു പറയപ്പെട്ട ഈ റസൂൽ വന്നപ്പോഴാണ് ഈ ആളുകൾ പറയുന്നത് ഹാദാ സിഹ്റും മുബീൻ, ഇത് സിഹ്റാണെന്ന്, ഇത് തെളിവല്ല, ഇത് അള്ളാഹുവിൻ്റെ റസൂലല്ല, ഇത് ചെപ്പടി വിദ്യയാണ്, ഇത് മായാജാലമാണ് എന്നവർ പറഞ്ഞു. അള്ളാഹു പറയുന്നു, ومن أظلم ممن افترى على الله الكذب وهو يدعى إلى الإسلام والله لا يهدي القوم الظالمين. ومن أظلم, ആരുണ്ട് ദുൽമു ചെയ്തവൻ, അതിക്രമി ആരുണ്ട്? മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചവനേക്കാളും വലിയ അക്രമി ആരാണുള്ളത്? വഹുവ യുദഅ ഇലൽ ഇസ്ലാം, അവൻ ഇസ്ലാമിലേക്ക് വിളിക്കപ്പെട്ടു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അവൻ അത് അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്തതൊക്കെ പറഞ്ഞ ആ ദീൻ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അള്ളാഹു അങ്ങനെയുള്ള അക്രമികളായ ഖൗമിനെ ഹിദായത്തിലാക്കുകയില്ല. ഇബ്നു കസീർ പറയുന്നു, ലാ അഹദ് അദ്ലമു മിമ്മൻ യഫ്തരിൽ കദിബ അലല്ലാഹി വയജഅല ലഹു അൻദാദൻ വശുറകാ വഹുവ യുദഅ ഇല തൗഹീദ് വൽ ഇഖ്ലാസ്. തൗഹീദിലേക്കും ഇഖ്ലാസിലേക്കും ഒരുവൻ വിളിക്കപ്പെടുന്നു, അവൻ ആളുകൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീനിലേക്ക് ക്ഷണിക്കുന്നു.
അവനത് അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിയുണ്ടാക്കുന്നു. അള്ളാഹുവിന് ശരീക്കുകളുണ്ടെന്ന്, അള്ളാഹുവിന് പങ്കാളികളുണ്ടെന്ന് കെട്ടിച്ചമക്കുന്നു. ഇവനെക്കാളും വലിയ അക്രമി ആരുമില്ല. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അങ്ങനെയുള്ള അക്രമികൾ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. യുരീദൂന അവരുദ്ദേശിക്കുന്നു, ലിയുത്ഫിഉ ഊതിക്കെടുത്താൻ, നൂറല്ലാഹി അള്ളാഹുവിൻ്റെ പ്രകാശത്തെ, ബിഅഫ്വാഹിഹിം അവരുടെ വായകൾ കൊണ്ട്, വല്ലാഹു മുതിമ്മു നൂരിഹി എന്നാൽ അള്ളാഹു മുതിമ്മു നൂരിഹി അവൻ്റെ പ്രകാശം പൂർത്തീകരിക്കുന്നവൻ തന്നെയാകുന്നു. വലൗ കരിഹ വെറുത്താലും ശരി, അൽ കാഫിറൂൻ കാഫിറുകൾക്ക് അത് വെറുപ്പായാലും ശരി. ഇബ്ൻ കസീർ പറയുന്നു, യുഹാവിലൂന അൻ യറുദ്ദുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, ഹഖ്ഖിനെ ബാത്തിൽ കൊണ്ട് തോൽപ്പിച്ച് കളയാം എന്നാണ് അവർ വിചാരിക്കുന്നത്. വമസലുഹും ഫീ ദാലിക കമസലി മൻ യുരീദു അൻ യുത്ഫിഅ ശുആ അശ്ശംസി ബിഫീഹ്. അങ്ങനെ ചെയ്യുന്നവരുടെ ഉദാഹരണം ആരെപ്പോലെയാണ്? ഒരാൾ സൂര്യനെ നോക്കി ഊതുകയാണ്, സൂര്യനെ നോക്കിയിട്ട് ഊതുന്നു, സൂര്യൻ്റെ വെളിച്ചം കെടുത്താൻ എന്നതുപോലെ. വകമാ അന്ന ഹാദാ മുസ്തഹീൽ കദാലിക മുസ്തഹീൽ, അത് അസംഭവ്യമാണല്ലോ, സൂര്യൻ്റെ വെളിച്ചം ഊതിക്കെടുത്താൻ കഴിയും, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നതുപോലെ ഇതും ഒരിക്കലും നടക്കുകയില്ല, മുസ്തഹീലാണ്, ഒരിക്കലും നടക്കുകയില്ല. വല്ലാഹു മുതിമ്മു നൂരിഹി അള്ളാഹു അവൻ്റെ നൂർ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറു കാഫിറുകൾക്ക് അത് വെറുപ്പായാലും. ഹുവല്ലദീ അവനാകുന്നു, അള്ളാഹു ആകുന്നു, അർസല റസൂലഹു അവൻ്റെ റസൂലിനെ അയച്ചവൻ, ബിൽ ഹുദാ വദീനിൽ ഹഖ് ഹുദയും ദീനുൽ ഹഖുമായി. അള്ളാഹു ഈ റസൂലിനെ അയച്ചത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് അൽ ഹുദ, രണ്ട് ദീനുൽ ഹഖ് സന്മാർഗവും സത്യദീനും. ലിയുദ്ഹിറഹു ഈ ദീനിനെ അവൻ ഇദ്ഹാർ ചെയ്യാൻ, ഇതിനെ മുകളിൽ കൊണ്ടുവരാൻ, വിജയിപ്പിക്കാൻ, അലദ്ദീനി കുല്ലിഹി എല്ലാ ദീനുകൾക്കും എല്ലാ മതങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും മുകളിൽ ഇസ്ലാമാകുന്ന അള്ളാഹുവിൻ്റെ ദീനിനെ വിജയിപ്പിക്കാൻ സന്മാർഗവും സത്യദീനുമായി അവൻ്റെ റസൂലിനെ അയച്ചവനാകുന്നു അള്ളാഹു. വലൗ കരിഹൽ മുശ്രിക്കൂൻ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർക്ക് അതെത്ര അരോചകമായാലും വെറുപ്പുണ്ടാക്കിയാലും ശരി. എന്താണ് ഹുദാ ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ? ഇത് തന്നെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ബറാഅത്തിൽ, സൂറത്ത് തൗബയിൽ വന്നിട്ടുണ്ട്. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബ അല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഇത് തന്നെ മറ്റൊരു രൂപത്തിൽ അള്ളാഹു പറഞ്ഞു. അവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹുദ എന്നാൽ അൽ ഇൽമു നാഫിഅ, ദീനുൽ ഹഖ് എന്നാൽ അൽ അമലു സാലിഹ്. അള്ളാഹു ഈ റസൂലിൻ്റെ കയ്യിൽ അള്ളാഹു അയച്ച ഹുദ സന്മാർഗം എന്നാൽ ഇൽമു നാഫിഅ ഉപകാരപ്രദമായ വിജ്ഞാനമാണത്, അള്ളാഹുവിൻ്റെ വഹിയാകുന്ന വിജ്ഞാനം. ദീനുൽ ഹഖ് എന്നാൽ അൽ അമലു സാലിഹ്, ഈ ദീൻ അത് പ്രവർത്തിക്കുക, അത് പ്രായോഗികമാക്കുക, സൽപ്രവർത്തനങ്ങൾ, അതാണ് ദീനുൽ ഹഖ്. ഇത് രണ്ടുമായാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഹൽ അദുല്ലുക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ, അലാ തിജാറത്തിൻ ഒരു കച്ചവടം, തുൻജീകും അത് നിങ്ങളെ രക്ഷിക്കും, മിൻ അദാബിൻ അലീം വേദനയേറിയ ശിക്ഷയിൽ നിന്ന്. എന്താണ് ആ കച്ചവടം? തുഅ്മിനൂന ബില്ലാഹ് നിങ്ങൾ അല്ലാഹുവിലും വറസൂലിഹി അവൻ്റെ റസൂലിലും വിശ്വസിക്കലും, വതുജാഹിദൂന ഫീ സബീലില്ലാഹ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടലുമാണ്, ബിഅംവാലിക്കും വഅൻഫുസിക്കും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സ്വശരീരങ്ങളും കൊണ്ട്. ദാലിക്കും അതാകുന്നു ഖൈറുൽ ലക്കും നിങ്ങൾക്ക് നല്ലത്, ഇൻ കുൻതും തഅലമൂൻ നിങ്ങൾ അറിയുന്നുവെങ്കിൽ. ഇബ്നു കസീർ പറയുന്നു, തഖദ്ദമ ഫി ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു സലാമിൻ, നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നമ്മൾ വായിച്ചിട്ടുണ്ട് ഈ സൂറത്തിൻ്റെ തഫ്സീറിൻ്റെ തുടക്കത്തിൽ. സഹാബത്ത് കുറച്ചുപേർ കൂടിയിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് അറിയിച്ചു തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സഹാബത്ത് പറഞ്ഞു. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊന്നാകെ വിളിച്ചിട്ട് ഈ സൂറത്ത് ഓതി കൊടുത്തു മുഴുവനായി. ആ ഹദീസ് വന്നിട്ടുണ്ട്,
أن الصحابة رضي الله عنهم أرادوا أن يسألوا رسول الله صلى الله عليه وسلم عن أحب الأعمال إلى الله عز وجل ليفعلوه. സഹാബത്ത് അള്ളാഹു നബിയോട് ചോദിക്കാൻ ഉദ്ദേശിച്ചു, അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏത് എങ്കിൽ അത് ചെയ്യാൻ വേണ്ടി. ഫഅൻസല അല്ലാഹു തആല ഹാദിഹി സൂറ, അപ്പോൾ അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിച്ചു. വമിൻ ജുംലതിഹാ ഹാദിഹിൽ ആയ, ഈ സൂറത്തിൽപ്പെട്ടതാണ് ഈ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം ثم فسر هذه التجارة العظيمة التي لا تبور. എന്നിട്ട് അള്ളാഹു ഒരിക്കലും നഷ്ടം വരാത്ത ഈ കച്ചവടം എന്താണെന്ന് വിവരിച്ചു. التي هي محصلة للمقصود محصلة للمقصود ومزيلة للمحذور. ഈ കച്ചവടം എന്നാൽ ഉദ്ദേശിക്കുന്നത് നേടിത്തരികയും പേടിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. എന്താണ് എല്ലാവരുടെയും മഖ്സൂദ്? സ്വർഗമാണ്. എന്താണ് എല്ലാവരുടെയും മഹ്ദൂർ? നരകമാണ്. എല്ലാവരും പേടിക്കുന്ന കാര്യം. ഫഖാല തആല, അല്ലാഹു പറഞ്ഞു ആ കച്ചവടം എന്താണെന്ന്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യഥാർത്ഥ ഈമാനുള്ളവരാവുകയും വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യലുമാണ്. ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് എന്നത് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കാലത്താണ് നമ്മൾ കഴിയുന്നത്. അത് ഇസ്ലാമിനെ മോശമാക്കാൻ ഇസ്ലാമിൻ്റെ കക്ഷികൾ വ്യാപകമായി അത് ഉപയോഗിക്കുന്നു. മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് ഭീകര കക്ഷികൾ അവരും ഇതിനെ മോശമായി പ്രയോഗിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ് ഹക്ക്. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യഥാർത്ഥ പോരാട്ടമാണത്. ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിലാണത്. ഇസ്ലാം അള്ളാഹു പഠിപ്പിച്ച നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണത്. അല്ലാതെ തോന്നിയവരൊക്കെ പോയി ചെയ്യുന്നതല്ല. അതാണ് ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ. ഐ മിൻ തിജാറത്തി ദുനിയ, നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞാൽ മിൻ തിജാറത്തി ദുനിയ, ദുനിയാവിലെ കച്ചവടത്തെക്കാളും. വൽ കദ്ദി ലഹ വത്തസദ്ദി ലഹ വഹ്ദഹ, ദുനിയാവിന് വേണ്ടി മാത്രം അധ്വാനിക്കുകയും അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കുകയും ചെയ്യുന്നതിനേക്കാളും. സുമ്മ ഖാല തആല, എന്നിട്ട് അല്ലാഹു പറഞ്ഞു യഗ്ഫിർ ലക്കും ദുനൂബക്കും, ഇതിൻ്റെ ഫലം എന്താണ്? ഈ കച്ചവടത്തിൻ്റെ ഫലം, ഇതിൻ്റെ ലാഭം എന്താണ്? യഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വയുദ്ഖിൽക്കും, അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ജന്നാത്തിൻ സ്വർഗത്തിൽ, സ്വർഗത്തോപ്പുകളിൽ. തജ്രി ഒഴുകുന്നു, മിൻ തഹ്തിഹ അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ, അൽ അൻഹാറു സ്വർഗത്തിൽ അതിവിശിഷ്ടമായ അരുവികൾ. നസലുല്ലാഹൽ ജന്ന. വമസാകിന തയ്യിബതൻ ഫി ജന്നാതി അദ്ൻ, വമസാകിന അതുപോലെ മസാകിൻ താമസ സ്ഥലങ്ങളും, തയ്യിബതൻ വളരെ നല്ല താമസ സ്ഥലങ്ങൾ, ഫി ജന്നാതി അദ്ൻ ജന്നാത്ത് അദ്നിൽ. ജന്നാത്ത് അദ്ൻ എന്നാൽ സ്വർഗത്തിൻ്റെ ഒരു പേരാണ് ജന്നാത്ത് അദ്ൻ. സ്വർഗം പല ദാറുകളാണ്, പല ഭവനങ്ങളാണ്, അതിന് പല പേരുകളുണ്ട്. അതിലൊന്നാണ് ജന്നാത്തു അദ്ൻ. ജന്നത്തു അദ്ൻ, ജന്നാത്തു അദ്ൻ എന്നൊക്കെ പറയും. മലയാളത്തിൽ മറ്റുള്ള ആളുകളുടെ കിതാബുകളിലൊക്കെ ഏതൻ തോട്ടം, ഏതൻ സ്വർഗം എന്നൊക്കെ അവർ പറയുന്നത് ഈ ജന്നാത്തു അദ്ൻ എന്നതിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൈകൊണ്ട് പടച്ചതാണ് ജന്നത്തു അദ്ൻ എന്ന് സഹാബിമാരിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. അള്ളാഹു പടപ്പുകളിൽ 4 അവൻ്റെ കൈകൊണ്ട് പടച്ചു എന്നാണ്. ഒന്ന് അവൻ്റെ അർശ്, അള്ളാഹുവിൻ്റെ മഹത്തായ അർശ്, അവൻ്റെ സിംഹാസനം. 2 കലം, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തി അവൻ്റെ കലം, അവൻ എഴുതാൻ കൽപ്പിച്ച അവൻ്റെ പേന, കലം. ഇത് രണ്ടിൻ്റെയും വലിപ്പവും അതിൻ്റെ രൂപവും നമുക്കറിയില്ല, അള്ളാഹുവിനാണ് അറിയുക. 3 ആദമിന് അള്ളാഹു പഠിച്ചത് അവൻ്റെ കൈ കൊണ്ടാണ്. 4 ജന്നത്തു അദ്ൻ, ഈ സ്വർഗം. ബാക്കിയുള്ളതിനോട് അള്ളാഹു പറഞ്ഞു കുൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഫക്കാൻ, അപ്പം അതെല്ലാം ഉണ്ടായി. ഇങ്ങനെ സഹാബത്തിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. ഈ മഹത്തായ സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കും. അവിടെ അതിവിശിഷ്ടമായ മസാക്കിൻ ഭവനങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകും. ദാലികൽ ഫൗസുൽ അളീം, ദാലിക അതാകുന്നു അൽ ഫൗസുൽ അളീം, മഹത്തായ ഫൗസ്, വിജയം. കൂടാതെ ഈ കച്ചവടം അതിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ വൗഖറ മറ്റൊന്നുകൂടി, തുഹിബ്ബൂനഹ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊന്നുകൂടി. അതെന്താണ്? നസ്റും മിനല്ലാഹി
അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായവും വഫത്ഹുൻ ഖരീബ് അടുത്തു തന്നെയുള്ള വിജയവും വബശ്ശിരിൽ മുഅ്മിനീൻ മുഅ്മിനുകൾക്ക് ഈ സന്തോഷ വാർത്ത അറിയിക്കൂ നബിയെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നദീറും ബഷീറുമാണ്. നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുകയും സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്ന റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു കസീർ പറയുന്നു യഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്താൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. ഐ ഇൻ ഫഅൽതും മാ അമർതുകും ബിഹി വദല്ലൽതുകും അലൈഹി ഗഫർതു ലക്കും അസ്സല്ലാത്ത്, ഞാൻ ഈ കാണിച്ചു തന്നത്, ഞാൻ ഈ പറഞ്ഞു തന്നത്, കൽപ്പിച്ചത് നിങ്ങൾ ചെയ്താൽ അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സല്ലാത്ത്, നിങ്ങളുടെ പിഴവുകൾ, നിങ്ങളുടെ ഇടറിച്ചകൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. വഅദ്ഖൽതുകുമുൽ ജന്നാത്ത്, ഞാൻ നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വൽ മസാകിൻ അത്തയ്യിബാത്ത് വദ്ദറജാത്തിൽ ആലിയാത്ത്, വളരെ വിശിഷ്ടമായ സ്വർഗീയ ഭവനങ്ങളിൽ ഉന്നതമായ പദവികളിൽ ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വഉഖറാ തുഹിബ്ബൂനഹ, കൂടാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്നും, അതെന്താണ്? വഅസീദുകും അലാ ദാലിക സിയാദതൻ തുഹിബ്ബൂനഹ, പരലോകത്തിൽ നൽകുന്നതിൻ്റെ കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അധികമായി തരും. നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ് ഇദാ ഖാതൽതും ഫീ സബീലിഹി, അഥവാ അവൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടുകയും വനസർതും ദീനഹു, അവൻ്റെ ദീനിനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്താൽ തകഫല അല്ലാഹു ബിനസ്രിക്കും, നിങ്ങളുടെ സഹായം, നിങ്ങൾക്കുള്ള സഹായം അള്ളാഹു ഏറ്റിരിക്കുന്നു. ഏതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും, അള്ളാഹു സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞതുപോലെ മുഅ്മിനുകളെ അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും. അള്ളാഹുവിനെ സഹായിക്കുക എന്നാൽ അവൻ്റെ ദീനിനെ സഹായിക്കലാണ്. അതുപോലെ അള്ളാഹു സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹു അവനെ സഹായിക്കുന്നവരെ സഹായിക്കുക തന്നെ ചെയ്യും. വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹു ഏറെ ശക്തിയുള്ളവൻ അസീസുമാകും. മുസ്ലിം ഉമ്മത്തിന് എന്താണ് ആവശ്യം? അള്ളാഹിൻ്റെ സഹായമാണ്, വേറൊന്നുമല്ല. ചില ആളുകൾ ഏത് സമയത്തും ചില ഇതുപോലത്തെ പഴച്ച കക്ഷികളുടെ സ്വാധീനത്തിൽപ്പെട്ട ആളുകൾക്ക് എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനുണ്ടാവുള്ളൂ. ആഫിയത്തിനെ കുറിച്ച് ഒരിക്കലും ചിന്തയില്ല. നല്ല സൗഖ്യവും സമാധാനമുള്ള കാലത്തും അവരങ്ങനെ വന്നെന്താക്കും, അവർ നമ്മളിങ്ങനെ ചെയ്യാമെന്നാൽ എന്താക്കും, അവരടിക്കാമെന്ന് നമ്മളെന്താക്കും, നമ്മൾ ഒരുങ്ങണ്ടേ, നമ്മൾ പരിശീലനം നടത്തണ്ടേ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ചില ആളുകൾ. കാരണം അവരെപ്പോഴും ഈ തരത്തിലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. എന്നാൽ ഈ കുഴപ്പങ്ങൾ തടുക്കാനെന്ന പേരിൽ ഈ ഖൗമ് ചെയ്തു കൂട്ടുന്ന പണിയോ അള്ളാഹുവിൻ്റെ സഹായം ദൂരെ തട്ടിമാറ്റുന്ന പ്രവർത്തനങ്ങളാണ്. അള്ളാഹുവിൻ്റെ സഹായം ദൂരെ തട്ടിമാറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ബിദ്അത്തിന്റെ ആശയങ്ങൾ, അതുപോലെ മുസ്ലിം ഉമ്മത്തിൽ ഉള്ള കക്ഷികളൊന്നും കൂടാണ്ട് പുതിയ കക്ഷികൾ ഉണ്ടാക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അതിന് കോടാനുകോടി രൂപകൾ ചെലവാക്കുക. ഒരു ഫലമില്ലാന്ന് അവർക്കെന്നറിയാം, ജയിക്കില്ലെന്ന് ആരെക്കാളും നന്നായി അവർക്കെന്നറിയാം. കോടികൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇത് ചെലവാക്കുക. ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അള്ളാഹിൻ്റെ സഹായം അടുത്തേക്ക് വരുമോ ഉള്ളതും ദൂരെ പോകും, ഉറപ്പാണ്, ദൂരേക്ക് പോവുകയാണ് ചെയ്യും. അപ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത കാലത്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവുകയല്ല വേണ്ടത്. മറിച്ച് അള്ളാഹുവിൻ്റെ നിഅമത്തുള്ള കാലത്ത് ആ നിഅമത്ത് റബ്ബിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക, അള്ളാഹുവിനോട് നിഅമത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ദുആ ചെയ്യുക, ദീൻ നന്നായി പഠിക്കുക, തൗഹീദ് അത് നന്നായി പഠിക്കുകയും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക, ബിദ്അത്തുകൾക്കെതിരിൽ സുന്നത്ത് പഠിക്കുകയും ബിദ്അത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പഠിക്കുകയും ചെയ്യുക. അത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുക. അള്ളാഹിൻ്റെ സഹായം എന്നാലാണ് ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ സഹായം അല്ലാതെ ഒന്നും നമ്മെ രക്ഷിക്കുകയില്ല. അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ ഒരാൾക്കും നമ്മെ പരാജയപ്പെടുത്താനും സാധ്യമല്ല. വഫത്ഹുൻ ഖരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആജിൽ ഫഹാദിഹി, പെട്ടെന്നുണ്ടാകുന്ന, ഈ ദുനിയാവിൽ തന്നെ ഉണ്ടാകുന്ന അള്ളാഹു നൽകുന്ന അടുത്തുള്ള വിജയം. ഫഹാദിഹി സിയാദതു ഹിയ ഖൈറു ദുനിയ മൗസൂലുൻ ബിനഈമിൽ ആഖിറതി ലിമൻ അതാ അല്ലാഹ വറസൂലഹു വനസറ അല്ലാഹു ദീനഹു. ദുനിയാവിൽ തന്നെയുള്ള ഈ വിജയം പരലോകത്ത് ലഭിക്കുന്ന സുഖങ്ങളോടൊപ്പം ദുനിയാവിലും വിജയം അള്ളാഹു നൽകും. ആർക്കാണ്? ലിമൻ അതാ അല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചവന്, വനസറ അല്ലാഹു ദീനഹു, അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും സഹായിച്ചവന്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വബശ്ശിരിൽ മുഅ്മിനീൻ,
ഇങ്ങനെയുള്ള മുഅ്മിനുകൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കൂ നബിയേ. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ് كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين يا أيها الذين آمنوا ومؤمن قال كونوا نغلاي تيرغ أنصار الله الله إن سهايقل الله إن سهايكنور كما قال عيسى بن مريم അവന് നമ്മുടെ സഹായം ആവശ്യമുണ്ടായിട്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. അള്ളാഹു ആകട്ടെ ദുനിയാവിലുള്ള മുഴുവൻ ആളുകളും, അവരിൽ ആദ്യത്തെ ആളുകളും അവസാനത്തെ ആളുകളും ജിന്നും ഇൻസും എല്ലാവരും ഏറ്റവും വൃത്തികെട്ട ഒരുവനെ പോലെ ആയാലും ശരി, അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്നൊന്നും കുറയാനില്ല. എല്ലാവരും നന്നായാലും അള്ളാഹുവിൻ്റെ മുൽക്കിൽ ഒന്നും കൂടാനുമില്ല, മറിച്ച് ഇതിൻ്റെ എല്ലാം ഉപകാരം നമുക്ക് തന്നെയാണ് വരിക. അള്ളാഹുവിൻ്റെ അൻസാറുകളാവുക എന്ന് പറഞ്ഞാൽ അതാണ്. كما قال عيسى بن مريم عيسى بن مريم عليه الصلاة والسلام പറഞ്ഞതുപോലെ ലിൽ ഹവാരിയീൻ ഹവാരികളോട്, ഹവാരി എന്നാൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവിടുത്തോട് വളരെ അടുത്ത അവിടുത്തെ സഹാബികളായിരുന്നു ഹവാരിയൂൻ. മൻ അൻസാരി ഇലല്ലാഹ്, അവരോട് ഈസാ നബി ചോദിച്ചു, ആരുണ്ട് അള്ളാഹുവിലേക്കുള്ള സഹായികൾ? മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള എനിക്കുള്ള സഹായികൾ ആരുണ്ട്? ഖാല അൽ ഹവാരിയൂൻ, അപ്പോൾ ഹവാരികൾ പറഞ്ഞു, നഹ്നു, ഞങ്ങളാണ് അൻസാറുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായികൾ, അള്ളാഹുവിൻ്റെ സഹായികളായി ഞങ്ങളുണ്ട്. ഫആമനത്, അങ്ങനെ വിശ്വസിച്ചു. തായിഫത്തുൻ, ഒരു കൂട്ടർ, മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ ഒരു കൂട്ടർ മുഅ്മിനുകളായി. വകഫറത് തായിഫ, മറ്റൊരു വിഭാഗം കാഫറുകളുമായി. ഫഅയ്യദ്ന അല്ലദീന ആമനൂ അലാ അദുവിഹിം, ഫഅയ്യദ്ന, അപ്പോൾ നാം ശക്തിപ്പെടുത്തി, അല്ലദീന ആമനു, മുഅ്മിനുകളെ, അലാ അദുവിഹിം, അവരുടെ ശത്രുക്കൾക്കെതിരിൽ. ഫഅസ്ബഹൂ, അങ്ങനെ ഈ മുഅ്മിനുകളായി തീർന്നു, ളാഹിരീൻ, വിജയിച്ചവരായി തീർന്നു. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നാണ് ഈ ഉമ്മത്തിനെ നേരത്തെ പറഞ്ഞില്ലേ, ലിയുദ്ഹിറഹു അല ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഇബ്നു കസീർ പറയുന്നു, യഖൂലു തആല ആമിറൻ ഇബാദഹുൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ അവന്റെ അടിമകളോട് കൽപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, അയ്യകൂനു അൻസാറല്ലാഹ്, അവർ അല്ലാഹുവിന്റെ സഹായികളാകണമെന്ന്. ഫീ ജമീഇ അഹ്വാലിഹിം ബിഅഖ്വാലിഹിം വഅഫ്ആലിഹിം വഅൻഫുസിഹിം വഅംവാലിഹിം, അവരുടെ എല്ലാ ഹാലിലും, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്വശരീരങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും. വയസ്തജീബു ലില്ലാഹി വലിറസൂലിഹി, അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകാനും അല്ലാഹു കൽപ്പിക്കുന്നു. കമസ്തജാബൽ ഹവാരിയൂന ലഈസാ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹവാരികൾ ഉത്തരം നൽകിയതുപോലെ. ഈസാ നബി അവരോട് മൻ അൻസാരി ഇലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ, ഐ അൻസാരി ഇലല്ലാഹ്, ആരുണ്ട് അള്ളാഹുവിലേക്കുള്ള എൻ്റെ സഹായികൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഐ മൻ മുഈനി ഫിദ്ദഅവതി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ, എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഖാലൽ ഹവാരിയൂൻ, അപ്പോൾ ഹവാരികൾ പറഞ്ഞു. ആരാണ് ഹവാരി? വഹും അത്ബാഉ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബിയുടെ അത്ബാ, ഈസാ നബിയെ പിൻപറ്റി അവിടുത്തെ സഹാബികളാണ് ഹവാരിയൂൻ. നഹ്നു അൻസാറുല്ലാഹ്, അവർ പറഞ്ഞു ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ സഹായികൾ. ഐ നഹ്നു അൻസാറുക അലാ മാ ഉർസിൽത ബിഹി വമുവാസിറുക അലാ ദാലിക്, താങ്കളെ അള്ളാഹു അയച്ച കാര്യത്തിന് താങ്കളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്, താങ്കളെ ശക്തിപ്പെടുത്താൻ ഞങ്ങളുണ്ട്. വലിഹാദാ ബഅസഹും ദുആതൻ ഇലന്നാസി ഫി ബിലാദി ശാമി ഫിൽ ഇസ്രായീലിയീന വൽ യുനാനിയീൻ, അതുകൊണ്ട് അള്ളാഹു ഈസാ നബി ഈ ഹവാരികളെ അയച്ചു, ദഅവത്തിന് അയച്ചു, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ വിളിക്കാൻ അയച്ചു. ആരിലേക്ക്? ഫിൽ ഇസ്രായീലിയീൻ, ഇസ്രായേൽ സന്തതികളിലേക്കും, വൽ യുനാനിയീൻ, യുനാനിയീൻ എന്ന ഗ്രീക്കുകാർ, ഇവരിലേക്കൊക്കെ ഈസാ നബി ഈ ഹവാരികളെ അയച്ചു. വഹാകദാ കാന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെ ഈസാ നബി ചോദിച്ചതുപോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫി അയ്യാമിൽ ഹജ്ജ്, ഹജ്ജിൻ്റെ സമയത്ത്, ഹജ്ജിൻ്റെ മൗസിമിൽ, ഹജ്ജിൻ്റെ സീസണിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നു, മിൻ റജുലിൻ യുവീനി ഹത്താ ഉബല്ലിഗ റിസാലത റബ്ബി, നിങ്ങളിലുണ്ടോ ഒരാൾ യുവീനി, എനിക്ക് അഭയം നൽകുവാൻ, ഹത്താ ഉബല്ലിഗ റിസാലത റബ്ബി, എൻ്റെ റബ്ബിൻ്റെ റിസാലത്ത് ഞാൻ എത്തിച്ചു കൊടുക്കാൻ. ഫഇന്ന ഖുറൈശൻ ഖദ് മനഊനി, കാരണം ഖുറൈശികൾ എന്നെ തടഞ്ഞിരിക്കുന്നു.
അൻ ഉബല്ലിഗ റിസാലത റബ്ബി, എൻ്റെ റബ്ബിൻ്റെ റിസാലത്ത് ഞാൻ എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്ന് ഖുറൈശികൾ എന്നെ തടഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്നെ സഹായിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗസിമിൽ ഹജ്ജിൻ്റെ സീസണിൽ ചോദിക്കുമായിരുന്നു. കാരണം അന്ന് എല്ലാ ആളുകളും വരുന്ന സമയമാണ്. അവരോട് ദഅവത്ത് നടത്തുമ്പോൾ ഇത് നബി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ദഅവത്ത് നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു. അങ്ങനെയാണ് മദീനയിൽ അൻസാറുകൾ ഇസ്ലാം സ്വീകരിക്കുകയും നബിയെ സഹായിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തത്. ഹത്താ ഖയ്യദല്ലാഹ്, ഇബ്നു കസീർ പറയുന്നു, അങ്ങനെ അള്ളാഹു ഏർപ്പെടുത്തി ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അൽ ഔസ് വൽ ഖസ്റജ മിൻ അഹ്ലിൽ മദീന, മദീനക്കാരായ ഔസ് ഖസ്റജ് ഗോത്രങ്ങളെ, ഫബായഊഹു, അങ്ങനെ അവർ നബിക്ക് ബൈഅത്ത് ചെയ്യുകയും, വവാസറൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയെ അനുസരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായികളായി നിൽക്കാമെന്നും അവരേറ്റു. വശാറത്തുഹു അൻ യംനഉഹു മിനൽ അസ്വദി വൽ അഹ്മരി ഇൻ ഹുവ ഹാജറ ഇലൈഹിം, അവർ നബിയോട് കരാർ ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് മദീനയിലേക്ക് ചെല്ലുകയാണെങ്കിൽ, മദീനയിലേക്ക് ഹിജറ പോവുകയാണെങ്കിൽ അസ്വദിൽ നിന്നും അഹ്മറിൽ നിന്നും എന്ന് പറഞ്ഞാൽ കറുത്തവരിൽ നിന്നും വെളുത്തവരിൽ നിന്നും എല്ലാം നബിയെ സംരക്ഷിക്കുമെന്ന്. ഫലമ്മ ഹാജറ ഇലൈഹിം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെന്നപ്പോൾ, ബിമൻ മഅഹു മിൻ അസ്ഹാബിഹി, നബിയുടെ കൂടെയുള്ള സഹാബിമാരുടെ കൂടെ നബി മദീനയിലേക്ക് ചെന്നപ്പോൾ, വഫൗ ലഹു ബിമാ ആഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിൻ്റെ പേരിൽ അവർ നബിയോട് കരാർ ചെയ്ത കാര്യം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിച്ചു. വലിഹാദാ സമ്മാഹുമുല്ലാഹു വറസൂലുഹു അൽ അൻസാർ, അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ അവരെന്തു പേര് വിളിച്ചത്? അൽ അൻസാർ, അൻസാരികൾ. മദീനയിലേക്ക് വന്ന മുഹാജിറുകളെ എല്ലാം പകുത്തു നൽകി സഹായിച്ച അൻസാറുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. ഈമാനിൻ്റെ അടയാളമാണ് അൻസാറുകളോടുള്ള സ്നേഹം, നിഫാഖിൻ്റെ അടയാളമാണ് അൻസാറുകളോടുള്ള വെറുപ്പ്. വസാറ ദാലിക അലമൻ അലൈഹിം റളിയല്ലാഹു അൻഹും വഅർദാഹും, അങ്ങനെ അത് അവരുടെ ഒരു അലമായി തീർന്നു, അവരുടെ പേരായി തീർന്നു, അൻസാറുകൾ എന്ന പേര്. എത്ര നല്ല പേരാണത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫആമനത് ത്വായിഫത്തും മിൻ ബനി ഇസ്രായീല വകഫറത് ത്വായിഫ, ഈസാ നബിയിൽ വിശ്വസിച്ചവരും അവിശ്വസിച്ചവരും ഉണ്ടായി. അങ്ങനെ ഫആമനത് വിശ്വസിച്ചു, ത്വായിഫത്തുൻ ഒരു കൂട്ടർ, മിൻ ബനി ഇസ്രായീൽ ബനു ഇസ്രായീലരിലെ, വകഫറത് കാഫറുകളായി ത്വായിഫ മറ്റൊരു കൂട്ടർ. ഐ ലമ്മ ബല്ലഗ ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം റിസാലത റബ്ബിഹി ഇലാ ഖൗമിഹി വആസറഹു മൻ വാസറഹു മിനൽ ഹവാരിയീൻ, ഈസാ നബി അള്ളാഹുവിൻ്റെ റിസാലത്ത് ബനു ഇസ്രായേലർക്ക് എത്തിച്ചു കൊടുക്കുകയും അവരിൽ നിന്ന് ഈസാ നബിയെ സഹായിച്ചവർ അങ്ങനെ സഹായിക്കുകയും ചെയ്തപ്പോൾ, ചിലർ സഹായിക്കുകയും ചെയ്തപ്പോൾ, ഇഹ്തദത് ത്വായിഫത്തും മിൻ ബനി ഇസ്രായീൽ, അപ്പം എന്തായി? ബനു ഇസ്രായേലർ രണ്ടു കൂട്ടരായി പിരിഞ്ഞു. ഒന്ന് ഹിദായത്തിലായവർ, ബിമാ ജാഅഹും ബിഹി, ഈസാ നബി കൊണ്ടുവന്ന കാര്യം എന്താണോ അതിൽ വിശ്വസിച്ച് ഹിദായത്തിലായ ഒരു കൂട്ടരുണ്ടായി. വദല്ലത് ത്വായിഫ, പഴച്ച മറ്റൊരു കൂട്ടരുമുണ്ടായി. ഫഖറജത് അമ്മാ ജാഅഹും ബിഹി വജഹദു നുബുവതഹു വറമൂഹു വഉമ്മഹു ബിൽഅദാഇം, അങ്ങനെ ആ കക്ഷി, പഴച്ച കക്ഷി ഈസാ നബി കൊണ്ടുവന്ന ദീനിൽ നിന്ന് തെറിച്ചുപോയി. അവർ ഈസാ നബി അള്ളാഹുവിൻ്റെ നബിയാണെന്നതിനെ നിഷേധിച്ചു. വറമൗഹു വഉമ്മഹു ബിൽഅദാഇം, ഈസാ നബിയെയും ഉമ്മയെയും അവർ വളരെ ഘോരമായ ഭീകരമായ ആരോപണങ്ങൾ പറഞ്ഞു. ഈസാ നബി വലദുസിന, വിചാരത്തിൽ ജനിച്ച കുട്ടിയാണെന്ന് പറഞ്ഞു. ഉമ്മയെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ബഗിയത്താണെന്ന് പറഞ്ഞു, വിചാരിണിയാണെന്ന് യഹൂദികൾ പറഞ്ഞുണ്ടാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കഠിനമായി ആ വിഷയത്തിൽ താക്കീത് ചെയ്തിരിക്കുന്നു പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ. വഹുമുൽ യഹൂദു അലൈഹിം ലആഇനുല്ലാഹിൽ മുതതാബിഅതു ഇലാ യൗമിൽ ഖിയാമ, ഇബ്നു കസീർ പറയുന്നവരാണ് യഹൂദികൾ. ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹുവിൻ്റെ തുടരെയുള്ള ശാപം അവർക്കുണ്ടാകട്ടെ. വഗലത് ബിഹി ഫീഹി ത്വായിഫത്തുൻ മിമ്മൻ ഇത്തബഅ, അതുപോലെ പിന്നീട് ഈസാ നബിയെ ഇത്തിബാ ചെയ്ത ചിലർ ഗുലുവിലായി, അവരതിരി വിട്ടു. ഹത്താ റഫഉഹു ഫൗഖ മാ അതാഹു അല്ലാഹു മിനൻ നുബുവ, അള്ളാഹു ആ നബിക്ക് നൽകിയ നുബൂവത്തിൻ്റെ പദവിയിൽ നിന്ന് മുകളിലേക്ക് അവർ ഈസാ നബിയെ ഉയർത്തി, ഉള്ള സ്ഥാനത്തിനേക്കാളും അവർ അതിരി വിട്ടുയർത്തി. വഫ്തറഖൂ ഫിറഖൻ വശിയഅൻ, അവർ ആകട്ടെ പല കക്ഷികളായി പിരിഞ്ഞു. ഫമിൻ ഖായിലിൻ മിൻഹും ഇന്നഹു ഇബ്നുല്ലാഹ്, ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞവർ അവരിലുണ്ടായിരുന്നു. വമിൻ ഖായിലിൻ വഖായിലിൻ ഇന്നഹു സാലിസു സലാസ, മൂന്നിലൊന്നാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ അൽ അബ്
വൽ ഇബ്ൻ വറൂഹുൽ ഖുദ്സ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞവരുമുണ്ട്. വമിൻ ഖായിലിൻ ഇന്നഹുല്ലാഹ്, വേറെ ചിലർ കൂട്ടർ ഈസാ നബി തന്നെയാണ് അല്ലാഹു എന്ന് പറഞ്ഞ ഒരു കൂട്ടരുമുണ്ടായി. വകുല്ലു ഹാദിഹിൽ അഖ്വാൽ മുഫസ്സലത്തുൻ ഫി സൂറത്തിൻ നിസാ, ഈ പറയപ്പെട്ട ഖൗലുകളെല്ലാം അള്ളാഹു വിശദീകരിച്ച് സൂറത്തുൻ നിസായിൽ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവരെ എതിർത്തിരിക്കുന്നു. ഇവിടെ അള്ളാഹു പറഞ്ഞു ഫഅയ്യദ്ന അല്ലദീന ആമനൂ അലാ അദുവിഹിം, അള്ളാഹു അങ്ങനെ അള്ളാഹു മുഅ്മിനുകളെ ശക്തിപ്പെടുത്തി, അവരെ തഈദ് ചെയ്തു. അലാ അദുവിഹിം, അവരുടെ ശത്രുക്കൾക്കെതിരിൽ എന്ന് പറഞ്ഞാൽ ഐ നസർനാഹും, അഥവാ നാം അവരെ സഹായിച്ചു. അലാ മൻ ആദാഹും മിൻ ഫിറഖിൻ നസാറ, ഈ മുഅ്മിനുകളോട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനിൽ ഉറച്ചു നിന്നൊരു കൂട്ടരുണ്ടായിരുന്നു. അവർക്കെതിരിൽ ബാക്കിയുള്ള എല്ലാ കുഫറിന്റെ കക്ഷികൾക്കെതിരിലും ഇവരെ അള്ളാഹു സഹായിച്ചു. അവരെ അള്ളാഹു സഹായിച്ചുകൊണ്ടേയിരുന്നു. തെളിവുകൾ കൊണ്ട് എല്ലാ സമയത്തും അവർ സഹായിക്കപ്പെട്ടവരാണ്. പിന്നീടോ മുഅ്മിനുകൾ, മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും ഹുജ്ജത്ത് കൊണ്ട്, തെളിവ് കൊണ്ട് വിജയിക്കുന്നവരാണ്. എന്നാൽ കായികമായി, സായുധമായി മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും ജയിക്കണമെന്നില്ല. അത് അള്ളാഹു ചില സമയത്ത് അവരെ പരീക്ഷിക്കും. തെളിവ് കൊണ്ടുള്ള വിജയം എല്ലാ കാലത്തുള്ളതാണ്. എന്നതുപോലെ ഇക്കൂട്ടരെ അള്ളാഹു വിജയിപ്പിച്ചു. ഫഅസ്ബഹു ളാഹിരീൻ, അവർ യഥാർത്ഥ വിജയികളായി. അതെപ്പോഴാണ്? ശത്രുക്കൾക്കെതിരിൽ ഈസാ നബിയുടെ ദീനിൽ ഉറച്ചു നിന്ന ഒരു ചെറിയ കക്ഷി മുഅ്മിനുകൾ, അവർ യഥാർത്ഥ ലാഹിറുകൾ വിജയിച്ചവരായി. വദാലിക ബിബിഅ്തതി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെപ്പോഴാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടെ. മുഹമ്മദ് നബി വന്നപ്പോൾ ഇവർ ഈസാ നബിയുടെ യഥാർത്ഥ ദീനിൽ വിശ്വസിച്ചവർ, ഈസാ നബിയുടെ ബുഷറ, സന്തോഷ വാർത്തയിൽ വിശ്വസിച്ചവർ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തോഷ വാർത്തയിൽ വിശ്വസിച്ച മുഅ്മിനുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നബിയുടെ കൂടെ ചേർന്നു. അള്ളാഹു അവരെ ഏറെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ആ ആളുകളെ ഖുർആൻ കേട്ടപ്പോൾ കരയുകയും സുജൂദിൽ വീഴുകയും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുകയും ചെയ്ത ആളുകളെ, ആ നസ്രാനികളെ, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഏറെ പുകഴ്ത്തുകയുണ്ടായി. സാങ്കേതികമായിട്ടാണ് അവരെ നസ്രാനികൾ എന്ന് പറയുന്നത്, അല്ലാണ്ട് ഇന്നത്തെ അർത്ഥത്തിൽ പറയുന്ന നസ്രാനികൾ അല്ല. ആ കാലത്ത് അങ്ങനെ ഇസ്ലാം കേട്ടപ്പോൾ, ഖുർആൻ കേട്ടപ്പോൾ കരയുകയും സുജൂദിൽ വീഴുകയും വിശ്വസിക്കുകയും ചെയ്ത് അവരെ അള്ളാഹു ഏറെ പുകഴ്ത്തി പറഞ്ഞു. അവരാണ് മുഅ്മിനുകളോട് ഏറ്റവും അടുത്തവർ എന്ന് അള്ളാഹു പറഞ്ഞത്. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى. അള്ളാഹു പറഞ്ഞു, യഹൂദികളാണ് മുസ്ലിമീങ്ങളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ളവർ എന്ന് നിനക്ക് കാണാം. യഹൂദികളും പിന്നെ മുശ്രിക്കുകളും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, മുഅ്മിനുകളോട് ഏറ്റവും അടുപ്പമുള്ളവർ നസ്രാനികളാണ്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അവർ അള്ളാഹുവിൻ്റെ ആയത്ത് കേട്ടാൽ കരയുകയും ഈ ദീനിൽ വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ ആരാണ് മുഅ്മിനുകളോട് ഏറ്റവും അടുത്തവർ? ഇങ്ങനെയുള്ള നസ്രാനികൾ. എന്നും ചരിത്രത്തിൽ ഈ ദീനിലേക്ക് ഏറ്റവും അധികം വന്നിട്ടുള്ളത് നസ്രാനികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പിന്നീടും ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ അധികവും നസ്രാനികളായിരുന്നു. ഇന്നും ഒരുപാട് നസ്രാനികൾ, അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചവർ, ഈ ഹക്കായ ദീനിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു വരെ അവൻ്റെ ദീനിൽ നമ്മേവരും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ആമീൻ. ഫഅസ്ബഹു ളാഹിരീൻ, അങ്ങനെ അവർ വിജയികളായി. ഇതുപോലെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തും. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തും ഇതുപോലെയാണ്. ഫആമന ത്വായിഫത്തു മിൻ ബനി ഇസ്രായീല വകഫറത് ത്വായിഫ ഫഅയ്യദ്ന അല്ലദീന ആമനു അലാ അദുവ്വിഹിം ഫഅസ്ബഹു ളാഹിരീൻ. മുസ്ലിമീങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചവർ പിന്നീട് ഈ ഉമ്മത്തിലും റസൂലുള്ള ബനു ഇസ്രായേലർ പിൻപറ്റും എന്നാണ് പറഞ്ഞത്. ഷിർക്കിലും കുഫറിലും ഒക്കെ പെട്ട് ഈ ദീനിന്റെ യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലും ഉണ്ടാകും. അവരിലും ഒരു വിഭാഗം ഈ ദീനിൽ ഉറച്ചു നിൽക്കുകയും അവരെ അള്ളാഹു വിജയിപ്പിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ കായികമായ വിജയം എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല. തെളിവ് കൊണ്ടുള്ള വിജയം എല്ലാ സമയത്തും ഉണ്ടാകും. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിജയവും അധികാരവും എല്ലാം ഈ വിഭാഗത്തിന് നൽകുകയും ചെയ്യും.
ഇബ്ൻ കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു ഫഉമ്മതു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്തിൻ്റെ തഫ്സീറിൻ്റെ അവസാനത്തിൽ ഇബ്ൻ കസീർ പറയുന്നു ഫഉമ്മതു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലൂന ളാഹിരീന അലൽ ഹഖ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് ഹഖിൽ ഉറച്ചു നിൽക്കും. ഹത്താ യഅതി അംറുല്ലാഹി വഹും കദാലിക്. അള്ളാഹുവിൻ്റെ കൽപ്പന ഖിയാമത്ത് നാൾ വരുന്നത് വരെ അവർ അതിൽ ഉറച്ചു നിൽക്കും. യഥാർത്ഥ ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ ഉറച്ചു നിന്നവർ. വഹത്താ യുഖാതില ആഖിറുഹും അദ്ദജ്ജാല മഅൽ മസീഹ് ഈസ ഇബ്നു മറിയം. എത്രത്തോളം അവസാനം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നാൽ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നാൽ അവിടുത്തോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്ത് അവിടുത്തോട് കൂടെ ദജ്ജാലിനോട് യുദ്ധം ചെയ്യും. അതെപ്പോഴാണ്? അവസാന കാലത്താണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലത്ത് ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുതവാത്തിറായി അനവധി പരമ്പരകളിലൂടെ സഹീഹായി വന്നിട്ടുള്ളതാണ്. അള്ളാഹു കിതാബിൽ ഖുർആനിൽ പറഞ്ഞു ഈസാ നബിയെ യഹൂദികൾ കൊല്ലാൻ വന്നു, എന്നാൽ അവർക്കതിന് സാധിച്ചിട്ടില്ല. ബറഫഅഹു അല്ലാഹു ഇലൈഹി, അള്ളാഹു അവനിലേക്ക് ഈസാ നബിയെ ഉയർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, എന്നിട്ട് അള്ളാഹു തന്നെ പറഞ്ഞു വഇന്നഹു ലഇൽമുൽ ലിസ്സാഅതി ഫലാ തംതറുന്ന ബിഹി വത്തബിഊ. ഈസാ നബി ലഇൽമുൽ ലിസ്സാഅ, ഖിയാമത്ത് നാളിൻ്റെ ഇൽമാണ്. മറ്റൊരു ഖിറാഅത്തിൽ ലഅലമുൽ ലിസ്സാഅ, ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് ഈസാ നബി. അത് ഖുർആനിൽ വ്യക്തമായ തെളിവാണ്. അതുപോലെ വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനുന്ന ബിഹി ഖബ്ല മൗതിഹി. അഹ്ലു കിതാബിൽ എല്ലാവരും ഈസാ നബി മരിക്കുന്നതിന് മുമ്പ് ഈസാ നബിയിൽ വിശ്വസിക്കും. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല. അവിടുന്ന് തിരിച്ചു വന്നാൽ മരണപ്പെടുന്നതിന് മുമ്പ് അന്ന് ഉള്ള എല്ലാവരും ഈസാ നബിയിൽ വിശ്വസിക്കും. ഇത് ഖുർആനിലുള്ളതാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു യൂശികന്ന യൻസില ഫീകും ഇബ്നു മറിയം ഹകമൻ അദ്ല ഇമാമൻ മുഖ്സിതാ. ഇബ്നു മറിയം ഈസ നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ സമയമെടുത്തിരിക്കുന്നു. ദിമഷ്കിൽ അഥവാ ഡമസ്കസിൽ ഒരു മസ്ജിദിൻ്റെ മിനാരത്തിന്മേൽ രണ്ട് മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും, മസീഹുദ് ദജ്ജാലിനെ കൊല്ലും. അന്ന് ഈസാ നബിയുടെ കൂടെ ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ മുഅ്മിനുകളാണ് ഉണ്ടാവുക. മുഹമ്മദ് നബിയുടെ ശരീഅത്ത് അനുസരിച്ചാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ലോകം മുഴുവൻ ഇസ്ലാം അനുസരിച്ച് വിധി കൽപ്പിക്കുക. കമാ വറദത് ബിദാലിക അൽഹദീസു സിഹാഹ്, സഹീഹായ അനവധി ഹദീസുകളിൽ ഈ കാര്യം വന്നിട്ടുള്ളതുപോലെ. ഇത്രയുമാണ് ഈ സൂറത്തിൻ്റെ തഫ്സീർ. ഇൻഷാ അല്ലാഹ് ഇത് ശഅബാൻ പകുതിയായല്ലോ, അതുകൊണ്ട് നമ്മളിനി ഇവിടെയുള്ള 2 ദർസുകൾ റമളാനിന് ശേഷം നോക്കാമെന്ന് വിചാരിക്കുന്നു. വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.